വിഷയങ്ങൾ മാധ്യമ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ മാധ്യമ സമ്മേളനം വിളിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഒഴിവാക്കാൻ പറഞ്ഞു. മൈക്ക് ഒഴിവാക്കാൻ പറഞ്ഞു. കേൾക്കാമോ? 16-ാം തീയതിയാണ് സംസ്ഥാന സർക്കാർ ഒരു വിചിത്രമായ ഉത്തരവിറക്കി. പാർലമെന്റ് പാസാക്കിയ സിഎഎക്കെതിരായി കേരളത്തിൽ വളരെ വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു. സിഎഎക്കെതിരായ പ്രക്ഷോഭങ്ങൾ നടന്ന ചില ഘട്ടങ്ങളിൽ ആന്റി സോഷ്യൽ എലമെന്റ്സിന്റെ പിന്നിലുണ്ട് എന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അഭിപ്രായപ്പെട്ടിരുന്നു. ഈ മാസം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ദിവസം സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച സർക്കുലർ പ്രകാരം സിഎഎക്ക് എതിരായി നടന്ന സമരങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും അടിയന്തരമായി പിൻവലിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മാത്രവുമല്ല, സിഎഎക്കെതിരായി നടന്ന സമരങ്ങൾ, ആ സമരങ്ങൾക്കെതിരായി എടുത്ത കേസുകൾ, ആ കേസുകളൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ കോടതികളിൽ എത്തിക്കണം എന്നും ആ നിർദ്ദേശത്തിൽ പറയുന്നു. ഇത് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്. ഇന്ന് ബിജെപി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. ഈ സർക്കുലറിനെതിരായി നടപടി സ്വീകരിക്കണം. ഈ സർക്കുലർ പിൻവലിക്കുവാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടണം. തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ സിഎഎക്കെതിരായി നടത്തിയ സമരങ്ങളിലെ കേസുകൾ പിൻവലിക്കുവാൻ സംസ്ഥാന സർക്കാർ നടത്തുന്ന നീക്കം ഒരു വിഭാഗം ജനങ്ങളെ പ്രീണിപ്പിച്ച് വോട്ട് നേടുക എന്നുള്ളതാണ്. സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ്. ഇത് നേരായ ജനാധിപത്യത്തെ അട്ടിമറിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ്. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം, ആ നിയമത്തിനെതിരെ നടത്തിയ സമരങ്ങൾ, ആ സമരങ്ങൾക്കെതിരെ എടുത്ത കേസ് ഒരു സംസ്ഥാന സർക്കാർ തന്നെ പിൻവലിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം തന്നെ അപകടകരമാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ദിവസം തന്നെ അത്തരത്തിലൊരു ഉത്തരവിറക്കിയത് ഏറ്റവും വലിയ ചട്ടലംഘനമാണ്. മുഖ്യമന്ത്രി തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആന്റി സോഷ്യൽ എലമെന്റ്സ് ഈ സമരങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന്. അപ്പോൾ ആന്റി സോഷ്യൽ എലമെന്റ്സിനെതിരായി എടുത്ത കേസുകൾ പിൻവലിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി തന്നെ ഉത്തരവിറക്കിയിരിക്കുകയാണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനെതിരെ നടപടി സ്വീകരിക്കണം. ഈ സർക്കുലർ പിൻവലിക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടണമെന്ന് ബിജെപി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന സർക്കാരിന്റെ ഈ നിയമവിരുദ്ധ നടപടിക്കെതിരെ സ്വമേധയാ നടപടി സ്വീകരിക്കേണ്ടതായിരുന്നു. എന്നാൽ നാളിതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പരാതി കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. ശക്തമായിട്ട് നിയമ നടപടികളുമായി ബിജെപി മുന്നോട്ട് പോകും. അതോടൊപ്പം മറ്റൊരു വിവരം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ളത്, ഇന്ന് ചില മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് ചില പ്രിന്റ് മീഡിയകൾ കണ്ടു, ഇന്നലെ എൻഡിഎ സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖരനെതിരായി എൽഡിഎഫ് ഒരു പരാതി കൊടുത്തിരുന്നു ഇലക്ഷൻ കമ്മീഷനിൽ. അതിനോടനുബന്ധിച്ചുള്ള വാർത്തയിൽ പൊഴിയൂർ കടലോര മേഖലയിൽ രാജീവ് ചന്ദ്രശേഖർ ഇടപെട്ട് ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട് എൽഡിഎഫ് ഒരു അസ്വസ്ഥത പ്രകടിപ്പിച്ചിട്ടുണ്ട്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ പൊഴിയൂർ പോയത് മാർച്ച് 8-ാം തീയതിയാണ്. അദ്ദേഹത്തിന് അവിടുത്തെ ജനങ്ങൾ നിവേദനം കൊടുത്തത് ആ ദിവസമാണ്. അദ്ദേഹം അതിനെ തുടർന്ന് ഡൽഹിയിൽ ഫിഷറീസ് മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള നടപടി സ്വീകരിച്ച ഉത്തരവിറങ്ങിയത് മാർച്ച് 15-ാം തീയതിയാണ്. അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപാണ്. അപ്പോൾ തന്റെ കയ്യിൽ കിട്ടിയ ഒരു പരാതി 5-6 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പരിഹരിച്ചതാണോ രാജീവ് ചന്ദ്രശേഖർ ചെയ്ത തെറ്റെന്ന് എൽഡിഎഫ് പറയണം. അതായത് 2 പതിറ്റാണ്ട് കൊണ്ട് കടലാക്രമണ ഭീഷണി നേരിടുന്ന തിരുവനന്തപുരത്തെ തീരദേശ ജനത ശ്രീ രാജീവ് ചന്ദ്രശേഖർ എൻഡിഎ സ്ഥാനാർത്ഥി അവിടെ സന്ദർശിച്ചപ്പോഴേക്കും അവരുടെ ആവലാതികളും വേവലാതികളും പറഞ്ഞു. ആ ബൂത്തുകളൊക്കെ തന്നെ പരിശോധിച്ചാൽ നെയ്യാറ്റിക്കര നിയോജക മണ്ഡലത്തിലെ 154 മുതൽ വരുന്ന ബൂത്തുകളാണ്. അവിടെ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ സെർച്ച് ചെയ്താൽ അറിയാം, ബിജെപിയുടെ വോട്ട് വളരെ കുറവാണ്. ഞങ്ങൾക്ക് 0 വോട്ട് കിട്ടിയ ബൂത്തുകളുണ്ട്, ഞങ്ങൾക്ക് 10 വോട്ട് കിട്ടിയ ബൂത്തുകളുണ്ട്. അവിടെ എൽഡിഎഫിനും യുഡിഎഫിനും 150, 250, 400, 500 വോട്ട് എടുത്ത ബൂത്തുകളാണ്.
അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഒരു വോട്ട് ബാങ്കിനെ കണ്ടുകൊണ്ടല്ല, അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഒരു ആവശ്യം പറയുന്നു. തൊട്ടടുത്തൊരു മഴ കൂടി വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ കാണുന്ന വീടുകളൊന്നും കാണില്ല എന്ന് പറയുന്നു. ജൂൺ ജൂലൈയിലെ മഴയെ അവർ ഭയക്കുന്നു. അപ്പോൾ മന്ത്രിയുടെ മുൻപാകെ ഒരു നിവേദനം കൊടുക്കുന്നു. അദ്ദേഹം 3-4 ദിവസങ്ങൾ കൊണ്ട് തന്നെ അത് പരിഹരിക്കുന്നു. അപ്പോൾ അത് പരിഹരിച്ചതിനെതിരായിട്ടുള്ള നിലപാടാണ് LDF സ്വീകരിക്കുന്നത്. UDF സ്ഥാനാർത്ഥി സിറ്റിംഗ് MP അദ്ദേഹവും കേന്ദ്ര സർക്കാർ ഇറക്കിയ ഉത്തരവിനെ പരിഹസിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 15 കൊല്ലമായി അദ്ദേഹത്തിന്റെ മുൻപിൽ നിരവധി തവണ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഈ പ്രശ്നം അവതരിപ്പിച്ചിട്ടുണ്ട്. ശംഖുമുഖ പ്രദേശത്തെ ജനങ്ങൾ ഈ പ്രശ്നം അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ശംഖുമുഖം പ്രദേശത്തെ റോഡ് തകർന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന റോഡ് തകർന്ന് എടുത്തിട്ട് എത്ര മാസം അങ്ങനെ കിടന്നത്, എന്തുമാത്രം സമരം ചെയ്തിട്ട് അത് ചെറുതായെങ്കിലും പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചത്. MP എവിടെയായിരുന്നു? അവിടെ നിന്ന് ജയിച്ച MLA യും മന്ത്രിയും എവിടെയായിരുന്നു? അപ്പോൾ തന്റെ മുന്നിൽ വരുന്ന വിഷയങ്ങൾ, പരാതികൾ അടിയന്തരമായി രാജീവ് ചന്ദ്രശേഖർ ഇടപെടുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ മണ്ഡലത്തിൽ യാത്ര ചെയ്യുമ്പോഴേക്കും ജനങ്ങൾ നിവേദനം കൊടുക്കുന്നു, അദ്ദേഹം സ്വീകരിക്കുന്നു. ഇതാണ് LDFന്റെ മറ്റൊരു പരാതി. ഞാൻ ചോദിക്കട്ടെ, ഒരു പൊതുപ്രവർത്തകൻ യാത്ര ചെയ്യുമ്പോഴേക്കും സാധാരണക്കാരായ ജനങ്ങൾ നിവേദനങ്ങളുമായി വരും. അവരെ ചെടിച്ചട്ടിയെടുത്ത് തലയിലടിക്കുന്നതാണോ ജനാധിപത്യം? അവരെ പോലീസിനെ ഉപയോഗിച്ച്, ഇലക്ട്രിക് ലാത്തി ഉപയോഗിച്ച് അവരെ തല്ലി തകർക്കുന്നതാണോ, ചതയ്ക്കുന്നതാണോ ജനാധിപത്യം? മനസ്സാക്ഷിയുള്ള ഒരു പൊതുപ്രവർത്തനം തോന്നുകയില്ല. സ്വാഭാവികമായിട്ടും സാധാരണക്കാരായ ജനങ്ങൾ ഒരു പൊതുപ്രവർത്തകന്റെ മുന്നിൽ നിവേദനവുമായി വന്നു കഴിഞ്ഞാൽ അദ്ദേഹം വാങ്ങും. അത് നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് പരിഹരിക്കാൻ പരിശ്രമിക്കും. ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇനിയും അത് തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഒരു 10-15 ദിവസം തിരുവനന്തപുരം പാർലമെന്റിൽ പ്രചരണം നടത്തിയപ്പോഴേക്കും LDFും UDFും ഒരുമിച്ച് ആക്രമിക്കുകയാണ്, കേസ് കൊടുക്കുകയാണ് LDF. മറ്റൊന്ന്, ഇപ്പോ LBSൽ നടന്ന ഒരു പരിപാടിയെക്കുറിച്ച് ഒരു കേസ് കൊടുത്തിട്ടുണ്ടല്ലോ. അവിടെ ഒരു ഔദ്യോഗിക പരിപാടിയിൽ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്തിട്ടില്ല. അവിടെ രാവിലെ 10:30 മണിക്ക് LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ LBS വിസിറ്റ് ചെയ്യുന്നു. ഒപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുമുണ്ട്. കുട്ടികളുമായി ഇന്ററാക്ഷൻ നടത്തുന്നു. അതിനുശേഷം അപ്പോഴേക്ക് രാജീവ് ചന്ദ്രശേഖർ അവിടെ എത്തി. അദ്ദേഹം ഓഫീസ് റൂമിൽ വെയിറ്റ് ചെയ്തു. പന്ന്യൻ രവീന്ദ്രൻ തിരിച്ച് ഓഫീസ് റൂമിൽ വന്ന് ഇവർ തമ്മിൽ സൗഹൃദ സംഭാഷണമൊക്കെ കഴിഞ്ഞിട്ട് അതേ സ്ഥലത്ത് രാജീവ് ചന്ദ്രശേഖർ സംസാരിക്കുന്നു. അതെങ്ങനെയാ 10:30 നടന്ന പരിപാടി നിയമവിധേയവും 10-11 മണിക്ക് നടന്ന പരിപാടി നിയമവിരുദ്ധമാവുന്നത്? രണ്ടും ഒരേ സ്ഥലത്ത് ഒരേ പരിപാടി. അപ്പോൾ ആശയപരമായും രാഷ്ട്രീയമായും NDA നേരിടുവാനുള്ള കരുത്ത് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് LDF ഇത്തരത്തിലുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. CAA കേസ് പിൻവലിക്കുന്നതിലൂടെ സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കിയ ഒരു വിഭാഗത്തിന്റെ വോട്ട് നേടുക, NDA സ്ഥാനാർത്ഥിയെ നിരന്തരം ആക്രമിച്ച് BJP വിരുദ്ധ വോട്ടുകൾ സമാഹരിക്കുക, ഇങ്ങനെയുള്ള തന്ത്രങ്ങളാണ് LDF ആവിഷ്കരിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയെ സ്വന്തം പാർട്ടി പ്രവർത്തകർ തന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞു. സമൂഹം അദ്ദേഹത്തെ വർഷങ്ങളായി ഉപേക്ഷിച്ചു കഴിഞ്ഞു. സ്വന്തം പാർട്ടി പ്രവർത്തകർ തന്നെ UDF സ്ഥാനാർത്ഥിയെ ഉപേക്ഷിച്ചു കഴിഞ്ഞു. അവരൊക്കെ തന്നെ BJP ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടികളിലേക്ക് ചേർക്കേറുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും LDF BJPയും തമ്മിൽ മത്സരം നടക്കുന്ന ഈ സാഹചര്യത്തിൽ BJP വിരുദ്ധ വോട്ടുകളെ സമാഹരിക്കുവാനാണ് ഇത്തരത്തിലുള്ള തെറ്റായ നടപടികളുമായി LDF മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ വളരെ ശക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ വന്നൊരു 18-20 ദിവസം NDAയുടെ പ്രചരണം നടത്തുമ്പോഴേക്കും നാളിതുവരെ BJPയിൽ എത്തിച്ചേരാത്ത പല ജനവിഭാഗങ്ങളും അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ട് വികസന രാഷ്ട്രീയത്തിന് അനുകൂലമായി ചിന്തിക്കാൻ തയ്യാറായിരിക്കുന്നു. ഇന്നലെ ഇപ്പോ തിരുവനന്തപുരത്തെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ വലിയൊരു കൂട്ടായ്മ നടന്നു. വിവിധ കോളേജ്, സ്കൂൾ മാനേജ്മെന്റ്, അതിന്റെ പ്രതിനിധികൾ, അതോടൊപ്പം തന്നെ പ്രിൻസിപ്പൽമാർ, അവരുടെയൊക്കെ തന്നെ കൂട്ടായ്മ നടന്നു. നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ രംഗത്തെ മോഡേണൈസേഷനെ കുറിച്ച് വളരെ സജീവമായ 2-2.5 മണിക്കൂർ നീണ്ട ചർച്ച നടന്നു. കഴിഞ്ഞ 10 വർഷം നരേന്ദ്രമോദി ഗവൺമെന്റ് എന്താണ് ഈ രാജ്യത്ത് ചെയ്തത്, ഭാവിയിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന എന്തൊക്കെയാണ് ചെയ്യാനുള്ള ഉദ്ദേശിക്കുന്നതെന്നുള്ള കാഴ്ചപ്പാട് അദ്ദേഹം പങ്കുവച്ചു. തിരുവനന്തപുരത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ ഒരു പരിച്ഛേദം തന്നെ അവിടെ പങ്കെടുത്തു. വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഡോക്ടർമാർ, അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് അനന്തമായ സാധ്യതയാണ് സ്പോർട്സിനുള്ളത്. മതിയായ പല്ലാളനം കിട്ടാത്തത് കൊണ്ട് തന്നെ പല കായിക താരങ്ങളും അവർക്ക് വളർന്നു വരാൻ സാധിക്കുന്നില്ല. അവരുടെ കൂട്ടായ്മയുണ്ട്. നഴ്സുമാരും പാരാമെഡിക്കൽ സ്റ്റാഫും അവരൊരുമിച്ച് ചേർന്നുകൊണ്ട് NDA സ്ഥാനാർത്ഥിയെ പിന്തുണ അർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇങ്ങനെ സമൂഹത്തിലെ വിവിധ വിഭാഗം ജനപ്രതിനിധികൾ, മറ്റുള്ള പാർട്ടികളിൽ നിന്നുള്ള ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ രാജീവ് ചന്ദ്രശേഖറുമായി അടുത്ത ദിവസം സംവദിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ നാളിതുവരെ
കാണാത്ത രീതിയിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് വീണ്ടും ഭരണത്തിലെത്തുമെന്ന് കൂടുതൽ ഭൂരിപക്ഷത്തിലെത്തുമെന്ന് ഉറപ്പായതോടെ പല മേഖലകളിൽ നിന്നും ജനങ്ങൾ പിന്തുണയുമായി എത്തുന്നുണ്ട്. LDFന്റെയും UDFന്റെയും അണികൾ ഉൾപ്പെടെയുള്ളവർ രഹസ്യമായി പിന്തുണ അർപ്പിക്കുന്നുണ്ട്. അതിലൊക്കെ തന്നെ പരിഭ്രാന്തരായ LDF നേതൃത്വമാണ് രാജീവ് ചന്ദ്രശേഖരനെതിരെ ഇറങ്ങിയിട്ടുള്ളത്. തീർച്ചയായിട്ടും CAA-ക്കെതിരായുള്ള കേസുകൾ പിൻവലിക്കുവാനുള്ള സംസ്ഥാന സർക്കാർ നീക്കത്തിനെതിരെ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനമെടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ ശക്തമായി മുന്നോട്ട് പോകും. ആ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്ന 15-ാം തീയതിയാണ്, മാർച്ച് 15-ആണ്. ഉത്തരവിന്റെ കോപ്പി തരും. പൊഴിയൂർ പോയത് 8-ഓ 9-ഓ ആണ്, നോക്കി പറയാം. ശനിയാഴ്ചയാണ്, 8-ഓ 9-ഓ. സാറ്റർഡേ ആണ് പോയത്, 8 അല്ലെങ്കിൽ 9 മാർച്ച് മുമ്പാണ്. ഉത്തരവ് അതൊക്കെ അല്ലല്ല, ഉത്തരവിറങ്ങിയതിനോട് ഞാൻ പറഞ്ഞത്. മറ്റ് അത് നിങ്ങൾ നോക്കാം, ഡേറ്റ് നോക്കിക്കോളൂ. ഉത്തരവിറങ്ങിയ ഡേറ്റാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയട്ടെ, ഗവൺമെന്റ് ഉത്തരവ് ഇറങ്ങിയ ഡേറ്റ് 15. അതിനുശേഷം ആ ഡേറ്റ് നോക്കണം. എനിക്ക് തോന്നുന്നു 20 ശേഷമാണ്. പറയും. ഒരു ഗവൺമെന്റ്, ഞാൻ പറയാം, ഒരു ഗവൺമെന്റ് ഇടപെട്ട് ചെയ്ത കാര്യങ്ങൾ ഗവൺമെന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താ തെറ്റ്? ഉത്തരവ് ഇറങ്ങിയത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പാണ്. ഒരു ഗവൺമെന്റ്, ഞാൻ ചോദിക്കട്ടെ, തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴേക്കും LDF മുഖ്യമന്ത്രി ഉൾപ്പെടെ ഞങ്ങൾ കിറ്റ് കൊടുത്തെന്ന് പറഞ്ഞില്ലേ? കിറ്റ് ഗൂഗിൾ മാപ്പിൽ കാണിച്ചില്ല. കിറ്റ് കാണിച്ചില്ല. അദ്ദേഹം ടെക്നോളജി കൈകാര്യം ചെയ്യുന്ന വ്യക്തിയായതുകൊണ്ട് കൃത്യമായിട്ട് ടെക്നോളജി സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ടാണ്. നിങ്ങൾക്കറിയോ, ശ്രീ രാജീവ് ചന്ദ്രശേഖറാണല്ലോ ഇവിടെ മൊബൈൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, മൊബൈൽ ഫോൺ. അതിന് വ്യത്യസ്ത അഭിപ്രായമില്ലല്ലോ. ആ മൊബൈൽ ഫോണാണ് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം മാറ്റിമറിച്ചത്. മത്സ്യത്തൊഴിലാളികൾ BPL ഞാൻ BPLന്റെ കാര്യം, BPL തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് കാര്യമാണ് ഉദ്ദേശിച്ചത്. അത് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് BPL തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന അദ്ദേഹമാണല്ലോ. അദ്ദേഹവും മോഹൻലാലും കൂടി ഉൾക്കടലിൽ പോയി മത്സ്യത്തൊഴിലാളികളോടൊപ്പം ഒരു രാത്രി മുഴുവനും ചെലവിട്ട്, മോഹൻലാലും അദ്ദേഹവും കൂടി ആദ്യ നാളുകളിൽ മത്സ്യത്തൊഴിലാളികളോടൊപ്പം ഒരു രാത്രി മുഴുവനും ചെലവിട്ട് ആ മൊബൈൽ ഫോണിന്റെ റേഞ്ച് ചെക്ക് ചെയ്ത് എത്രത്തോളം ആഴക്കടൽ മത്സ്യബന്ധ തൊഴിലാളികൾക്ക് ഇത് പ്രയോജനപ്പെടുമെന്ന് ദിവസങ്ങളോളം അദ്ദേഹം നേരിട്ട് പോയി പരീക്ഷണം നടത്തിയതിനു ശേഷമാണ് ഈ ഫോൺ ഇവിടെ വ്യാപകമാക്കിയത്. ആ മൊബൈൽ ഫോൺ കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടായതാക്ക മത്സ്യത്തൊഴിലാളികൾക്കാണ്. അവർ ഉൾക്കടലിൽ നിന്നും മത്സ്യം പിടിച്ചു കഴിഞ്ഞാൽ ഏത് കരയിലാണ് ഏറ്റവും കൂടുതൽ വില കിട്ടുന്നത്, ഏത് തീരത്താണ് എന്ന് ചോദിച്ചിട്ട് അവർക്ക് ആ തീരത്ത് വിൽക്കാൻ വേണ്ടി ഉള്ള ഏറ്റവും കൂടുതൽ സൗകര്യം ഉണ്ടാക്കിയ ആ സമയത്താണ്. ദാറ്റ് മീൻസ് അദ്ദേഹം സ്വായത്തമാക്കിയ ടെക്നോളജി ഈ സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ നിത്യജീവിതത്തിൽ എന്ത് മാറ്റം വരുത്താൻ സാധിക്കും, അങ്ങനെ പരീക്ഷിച്ച് വിജയിച്ചൊരു വ്യക്തിയാ. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം അവിടുത്തെ പ്രശ്നങ്ങൾ ഗൂഗിൾ മാപ്പ് ഡൗൺലോഡ് ചെയ്ത് അവരെ കാണിക്കും. കഴിഞ്ഞ ഇലക്ഷൻ മുഴുവൻ LDF നേതാക്കന്മാർ നേരിട്ട് ഞങ്ങൾ കിറ്റ് കൊടുത്തു, ഞങ്ങൾ പെൻഷൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ലേ? അന്നെന്തേ ഇതൊന്നും ചട്ടലംഘനമാകാത്തത്? അപ്പോൾ സാധാരണക്കാരുടെ ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ എത്തരുത്, അവരുടെ അവകാശങ്ങൾ എത്തരുത്. ഈ കടലോര മേഖലയിൽ ജീവിക്കുന്ന സാധാരണക്കാരായ പാവങ്ങൾ എന്നും കടലാക്രമണവും, എന്നും മുതലപ്പൊഴി അപകടവും, എന്നും മത്സ്യത്തിന് വിലയില്ലാതെയും അവരങ്ങനെ വോട്ട് ബാങ്കായിട്ട് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അവരുടെ ഡെവലപ്മെന്റ് കൂടെ സമ്മതിക്കാത്തത്. അല്ലെങ്കിൽ ഇവർക്കൊക്കെ അല്പമെങ്കിലും മനുഷ്യസ്നേഹം ഉണ്ടെങ്കിൽ അദ്ദേഹം ചെയ്ത നടപടികളെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടേ? ഇവിടുത്തെ ശീലം എന്താണ്? ഒരു പരാതി വാങ്ങിച്ച് കക്ഷത്ത് വയ്ക്കും, അല്ലേ? മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി എത്രയുടെ? 4 ലക്ഷം പരാതി കാസർഗോഡ് തിരുവനന്തപുരം വരെ വാങ്ങിച്ചല്ലോ. എത്ര എണ്ണം പരിഹരിച്ചു പറയട്ടെ? എത്ര ദിവസമായി? അപ്പോൾ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ വേഗത്തിൽ അദ്ദേഹം പരാതികൾ പരിഹരിച്ചു എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നമെങ്കിൽ ആ പ്രശ്നം നിങ്ങൾക്ക് കൂടിക്കൊണ്ടേയിരിക്കും. അദ്ദേഹം വിജയിക്കും, അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും. അദ്ദേഹത്തിന്റെ ഓഫീസ് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഓഫീസ് ഇവിടെ ഉണ്ടാകും. സാധാരണക്കാരായ LDF UDF പ്രവർത്തകർക്കുൾപ്പെടെ, കക്ഷി രാഷ്ട്രീയം ഇല്ലാത്തവർക്കുൾപ്പെടെ, സാധാരണക്കാരായ ജനങ്ങൾക്കുൾപ്പെടെ ഏത് സമയത്തും അവിടെ സമീപിക്കാൻ സാധിക്കും. ആ ഇഷ്യൂസ് ഒക്കെ ഞങ്ങൾ അഡ്രസ് ചെയ്യും, അത് പരിഹരിക്കും. എന്തേ
ആ ആ ആ ആ അങ്ങനെയല്ല സാർ, ഞാൻ പറഞ്ഞത് അദ്ദേഹം ചെയ്ത ഒരു ആക്ടിവിറ്റിയാണ്. 25-30 വർഷം മുമ്പായിരിക്കാം. അദ്ദേഹം ചെയ്ത, അദ്ദേഹത്തിന്റെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് അദ്ദേഹം ചെയ്ത ഒരു ആക്ടിവിറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇഷ്യൂസ് വേറെ ഒരുപാടുണ്ട്. അന്ന് ചെയ്ത ഒരു ആക്ടിവിറ്റി, അതിന്റെ ബെനിഫിറ്റ് ഒരു സമൂഹത്തിന് ലഭിച്ചു എന്നുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം ഇഷ്യൂസ് സമൂഹത്തിൽ എല്ലാ ദിവസവും ഒക്കെ ഉണ്ടല്ലോ. ആ ആക്ടിവിറ്റി ചെയ്തില്ല എന്ന് ആർക്കും അഭിപ്രായമില്ലല്ലോ. അല്ല, LDF അതിനുവേണ്ടിയാണല്ലോ CAA കേസ് പിൻവലിക്കുന്നു. തെറ്റായ ഞാൻ പറയട്ടെ ഉമേഷ, ഞാൻ എന്റെ പോയിന്റ് പറഞ്ഞോട്ടെ. ഇപ്പോ 10:30 പന്ന്യൻ രവീന്ദ്രൻ പങ്കെടുത്ത പരിപാടിയിൽ 11 മണിക്ക് രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ചട്ടലംഘനമാവുന്നത്? അപ്പൊ LDF ഇങ്ങനെ NDA സ്ഥാനാർത്ഥിയുടെ പുറകെ നടക്കുന്നത്, ഞങ്ങളൊരു ഇഷ്യൂ പരിഹരിക്കുമ്പോൾ, പൊഴിയൂരത്തെ ഇഷ്യൂ ഞങ്ങൾ പരിഹരിക്കുമ്പോഴേക്കും കേരളം LDF ആണ് ഭരിക്കുന്നത്. പക്ഷേ ഈ കേരളത്തിലൊരു പ്രശ്നം പരിഹരിക്കപ്പെടുകയാണ്. അതിലവർ പോസിറ്റീവായ സ്റ്റാൻഡ് എടുത്തില്ലെങ്കിലും നിന്ദിക്കരുത്. പൊഴിയൂർ ചെയ്യാൻ പോകുന്ന ഞാൻ സർക്കുലർ തരാം. ഗവൺമെന്റ് തീരുമാനിച്ചുള്ള സർക്കുലറിന്റെ കോപ്പി നിങ്ങൾക്ക് കഴിഞ്ഞ് തരുന്നുണ്ട്. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രണ്ട് ഘട്ടമായിട്ട്. അതെ അതെ അല്ല അല്ല ഞാൻ പറയാം അതിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാം. നിങ്ങൾക്കുൾപ്പെടെ ഓർമ്മ കാണും, ഒരു 2-3 മാസം മുമ്പ് BJPയുടെ ജില്ലാ പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ തീരദേശ യാത്ര നടന്നിരുന്നു. അറിയാലോ. അതിനു മുമ്പ് പൊഴിയൂർ പോയില്ലെന്ന് ചോദിച്ചാൽ പോയിട്ടുണ്ട്. പക്ഷെ ആ തീരദേശ യാത്രയിൽ പാർട്ടിയുടെ സംസ്ഥാന ഘടകം ഞങ്ങളോട് മുന്നോട്ട് വെച്ചത്, തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ അവരോടൊപ്പം ജീവിച്ച് പഠിക്കണം. ഞങ്ങൾ തിരുവനന്തപുരത്ത് നടത്തിയത് 3 ദിവസത്തെ തീരദേശ യാത്രയായിരുന്നു. ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് ചുരുക്കിയില്ല. അവിടെ നിങ്ങൾക്കറിയാം, വർക്കല മണ്ഡലത്തിൽ ഞങ്ങൾ ആരംഭിച്ച് മുതലപ്പൊഴിയിൽ ഞങ്ങൾ പോയി, അവിടെ വല നിർമ്മാണം നടത്തുന്ന സ്ഥലത്ത് പോയി, കോവളം മണ്ഡലത്തിൽ ബോട്ട് നിർമ്മിക്കുന്ന സ്ഥലത്ത് പോയി, അതോടൊപ്പം തന്നെ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളെ കണ്ടു, പൊഴിയൂർ കൊല്ലങ്കോട് ഭാഗത്ത് വല നിർമ്മിക്കുന്നവരെ കണ്ടു. അപ്പോൾ ഓരോ സ്ഥലത്തും പോയിട്ട് അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ഞങ്ങൾ ചോദിച്ചു. ആ ഇഷ്യൂസ് അഡ്രസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ വീണ്ടും 2-3 തവണ പൊഴിയൂർ പോയി. അതിനെ തുടർന്ന് വല നിർമ്മിക്കുന്ന തൊഴിലാളികളെ PM വിശ്വകർമ്മ പദ്ധതിയിൽ ചേർത്തത് മനോരമ ചാനൽ വളരെ വലുതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മനോരമയുടെ മുതിർന്ന മാധ്യമപ്രവർത്തനം അവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം അപ്പോഴാണ് അവിടെ കൂടിയിരുന്ന പുരുഷന്മാർ പറഞ്ഞത്, ഞങ്ങൾക്കിവിടെ തീരമില്ല, ഞങ്ങൾക്ക് ബോർഡറൊക്കെ നിർത്തിയില്ല, ഞങ്ങളെ വീട് പട്ടിണിയിലാണ്. അപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ കേന്ദ്രമന്ത്രിമാർ ഇവിടെ വരും, ഈ ഇഷ്യൂ അഡ്രസ് ചെയ്യും എന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് ഞങ്ങൾ തിരിച്ച് വലിയ തുറ വന്ന സമയത്ത് അവിടുത്തെ കുട്ടികൾ അവൾ തുന്നി ചേർത്ത ബോൾ വെച്ചാണ് കളിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഇഷ്യൂസ് ഞങ്ങൾ അഡ്രസ് ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഫുട്ബോൾ മാച്ച് നടത്തുന്നത്. എന്താണ്, ഈ ഫുട്ബോൾ മാച്ചിൽ വേണമെന്നുണ്ടെങ്കിൽ BJPയുടെ ഉൾപ്പെടെ സഹായമുണ്ടെങ്കിൽ വലിയ വലിയ പ്രൊഫഷണൽ ടീമിനെ കൊണ്ട് കളിപ്പിക്കാമായിരുന്നു. പക്ഷെ അല്ല, ഈ ഫുട്ബോൾ മാച്ച് തിരുവനന്തപുരം ജില്ലയിലെ സാധാരണക്കാരായ കുട്ടികൾക്ക് കളിച്ചു വളരുവാനുള്ള ഒരു അവസരമാണ് നരേന്ദ്രമോദി ഫുട്ബോൾ ടൂർണമെന്റ് ഞങ്ങൾ നടത്തുന്നത്. അപ്പോൾ ആ ഇഷ്യൂ ഞങ്ങൾ അഡ്രസ് ചെയ്യുന്നു. ഇനി ബോട്ട് നിർമ്മിക്കുന്നവർക്ക്, വല നിർമ്മിക്കുന്നവർക്ക് ഞങ്ങൾ PM വിശ്വകർമ്മ പദ്ധതിയിലൂടെ ലോൺ നേടിക്കൊടുക്കും. അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും കാലം അഡ്രസ് ചെയ്യില്ല എന്ന് വെച്ചാൽ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്ത് ഞങ്ങൾ അതിൽ സൂക്ഷ്മമായിട്ട് പഠിച്ചതിന് ശേഷം ആ കാര്യത്തിൽ ഇടപെടും. മുതലപ്പൊഴി പണ്ട് വിഷയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ കൂടുതൽ ആഴത്തിൽ അത് അഡ്രസ് ചെയ്തേ ഒക്കുള്ളൂ എന്ന് തീരുമാനിച്ച് V മുരളീധരൻജി ഇടപെട്ട് പർഷോത്തം രൂപാലാജി കേന്ദ്രമന്ത്രി കൊണ്ടുവന്നു. നടപടികൾ വേഗത്തിലായി. അപ്പൊ അതിനെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണേണ്ടത്. എന്തേ അല്ലേ ഉമേഷേ, അതൊക്കെ വലിയ വിഷയം. 10-15 വർഷം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇനി തിരുവനന്തപുരത്ത് 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടാൻ വേണ്ടി ആരൊക്കെ വോട്ട് ചെയ്യും? അവരെല്ലാം വോട്ട് ചെയ്യും. ഞാൻ പറയട്ടെ, നല്ല രാഷ്ട്രീയ ബോധമുള്ള ജനവിഭാഗമാണ് അവർ. കൃത്യമായിട്ടുള്ള വിലയിരുത്തലുണ്ട്. അവർക്ക് അവരുടേതായ രാഷ്ട്രീയമുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ തൊഴിൽ മേഖലയും അവരനുഭവിക്കുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ ഇന്ന് ആർക്കാ സാധിക്കുന്നത്? പ്രശ്നങ്ങൾ ഈ പോലീസ് ജീപ്പിന് ഡീസൽ അടിക്കാൻ പൈസ ഇല്ലാതെ ലോൺ എടുത്തുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെ സാധിക്കുമോ? 40 സീറ്റ് എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന UPAക്കും കോൺഗ്രസിനും സാധിക്കൂ?
അത് സാധിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിനാണ്. കേന്ദ്ര ഗവൺമെന്റ് ആരാ വരാൻ പോകുന്നത്? മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ പറഞ്ഞു 400 സീറ്റ് കിട്ടുമെന്ന്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർ ചിന്തിക്കും, അവരുടെ രാഷ്ട്രീയ ബോധം ഉള്ളവർ തന്നെ ചിന്തിക്കും ഈ ഇഷ്യൂസ് അഡ്രസ് ചെയ്യണം. ഞാൻ ഒരു കാര്യം പറയാം, അതിലുൾപ്പെടെ അവിടെ പോയി നോക്കിയോ, കടലോര മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ വിഷയവും കടലാക്രമണവും അഡ്രസ് ചെയ്തില്ലെങ്കിൽ വരാൻ പോകുന്ന 5-10 വർഷത്തിനകം ആ പ്രദേശത്തെ മുഴുവൻ വീടുകളും ഒരു പരിധിവരെ കടൽ എടുക്കും, സംശയമില്ല. അവർക്കറിയാവുന്ന പരമ്പരാഗതമായ തൊഴിൽ മത്സ്യബന്ധനമാണ്, വളരെ നല്ലൊരു തൊഴിലുമാണ്. നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടന മെച്ചപ്പെടാനും അവരവരുടെ സമ്പദ്ഘടന മെച്ചപ്പെടാനും അത് ഗുണം ചെയ്യും. അതിന് കടലാക്രമണ ഭീതി അവസാനിപ്പിക്കുവാൻ കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ പദ്ധതികളുണ്ട്. അത് നടപ്പിലാക്കണമെന്ന് ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാർ ആഗ്രഹിക്കുന്നു. അല്ല, സഭാ നേതൃത്വവുമായിട്ട് ഞങ്ങളൊരു സഭയുടെ നേതൃത്വം എന്നുള്ള നിലയ്ക്കുള്ള ഡയലോഗുകൾ നിരന്തരം വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട്. ഇത് ഒരു ജനവിഭാഗത്തിന്റെ, അതിൽ ലാറ്റിൻ കാത്തലിക്സ് അല്ലാത്ത വിഭാഗം ഉണ്ടല്ലോ. അപ്പോൾ ഒരു ജനവിഭാഗത്തിന്റെ ജീവൽ പ്രശ്നമാണ്. ഇപ്പൊ പൂന്തുറ മുസ്ലിം സമുദായത്തിൽപ്പെട്ട നൂറുകണക്കിന് ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുണ്ട്. ഇപ്പോ നമ്മുടെ വെള്ളാർ വാർഡിലെ പനത്തുറ ഭാഗം എടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ വെട്ടുകാടിന്റെയും പൂന്തുറയുടെയൊക്കെ ഭാഗം വരുമ്പോഴേക്കും ഹൈന്ദവ സമൂഹത്തിലുള്ള മത്സ്യത്തൊഴിലാളികളുണ്ട്. അപ്പൊ ഏത് സമൂഹത്തിൽപ്പെട്ട ജനവിഭാഗം എന്നുള്ളതല്ല, ആ കടലോരത്ത് ജീവിക്കുന്ന, ആ തൊഴിൽ ചെയ്യുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ ഇഷ്യൂസ് അഡ്രസ് ചെയ്യണം. NDA ചെയർമാൻ എന്നുള്ള നിലയ്ക്കാണ് കൊടുത്തത്. NDA ചെയർമാൻ എന്നുള്ള കോപ്പി തരാം, എല്ലാവരും കോപ്പി തരാം. NDAയുടെ ജില്ലയുടെ ചെയർമാൻ BJPയുടെ ജില്ലാ പ്രസിഡന്റ്, കൺവീനർ BDJSന്റെ ജില്ലാ പ്രസിഡന്റുമാണ്. അപ്പൊ NDAയുടെ ഇലക്ഷൻ ആയതുകൊണ്ട് NDAയുടെ ചെയർമാൻ എന്നുള്ളത് പോരെ? ഓ, ആ, അതെ. അതെ, അത് കാരണം എന്താണ്? മാർച്ച് 16 ശേഷമാണ് അദ്ദേഹം അവിടെ പോവുകയും സർക്കുലർ ഇറക്കുകയും ചെയ്തെങ്കിൽ LDF പറയുന്നത് LDFന്റെ നേതാക്കന്മാർ ഒരു നൂറ്റാണ്ട് പുറകിലാണ്. സർക്കുലർ ഇത് ഗവൺമെന്റ് അതിൽ തീരുമാനമെടുത്ത് മാർച്ച് 15-നാണ്. എന്തേ? അല്ല, സാങ്കേതിക വസ്തുത, അത് വസ്തുതയല്ലേ. മാർച്ച് 15, 16 2 ദിവസമാണല്ലോ, ഒരു ദിവസമല്ലല്ലോ. മാർച്ച് 15, 16 2 ദിവസമല്ലേ? അല്ലേ? അല്ലെന്ന് അലക്സ് പ്രൂവ് ചെയ്യാക്കി ഞാനത് സമ്മതിക്കാം. അല്ല, ഞാൻ CAA-യിലുള്ള ചർച്ചയല്ല. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് BJPക്ക് ഞാൻ ചോദിക്കട്ടെ, അസംഘട്ടിൽ ആരാ ജയിച്ചത്? അല്ലല്ല, ഞാൻ പറയട്ടെ, ഞാൻ ഒറ്റ സമുദായം പറയുമ്പോൾ മുഴുവൻ നോക്കണമല്ലേ. അസംഘട്ടിൽ ആരാ ജയിച്ചത്? അസംഘട്ടിലെ സമുദായത്തിന്റെ ഘടന, നമ്മൾ ആ രാഷ്ട്രീയത്തിലോട്ട് പോകണ്ട. അതുപോലെ ഇപ്പൊ ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോ എനിക്ക് മിനിമം ഒരു 25 മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ എന്നെ വിളിച്ച് പോസ്റ്റിലോട്ട് തന്നിട്ടുണ്ട്. കഴിഞ്ഞ അസംബ്ലിക്ക് വ്യക്തിപരമായിട്ട് ആ പേര് പറഞ്ഞുതരാം. എന്നെ വിളിച്ച് മിനിമം 25 മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ വിളിച്ചിട്ട് പോസ്റ്റിലോട്ട് കയ്യിൽ തന്നിട്ടുണ്ട്, ഇങ്ങോട്ട് വിളിച്ചിട്ട്. അതിന്റെ കുത്തകയൊന്നും CPM LDF എടുക്കണ്ട. എന്തേ? ആ, ഞാൻ പറഞ്ഞത് തിരുവനന്തപുരം പ്രധാനമന്ത്രിയുടെയൊക്കെ പരിപാടികൾ സംസ്ഥാന നേതൃത്വം സൂക്ഷ്മമായിട്ട് വിലയിരുത്തിയിരുന്നു. എന്തേ? അതൊക്കെ പ്രധാനമന്ത്രിയുടെ പരിപാടികൾ സംസ്ഥാന നേതൃത്വവും പ്രധാനമന്ത്രിയുടെ ഓഫീസും വളരെ അവധാനതയോടെ കൈകാര്യം ചെയ്താണ് ഓരോ സംസ്ഥാനത്തും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം വീണ്ടും തിരുവനന്തപുരത്തെ ജനത ആഗ്രഹിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ ജനങ്ങൾ അതിന്റെ സാന്നിധ്യം ആഗ്രഹിക്കും. നിങ്ങൾക്കറിയോ, ഞങ്ങൾ കഴിഞ്ഞ അദ്ദേഹം വന്നപ്പോഴേക്കും കുറെ VIP പാസുകൾ ഞങ്ങൾ പ്രിന്റ് ചെയ്തു. 3 മണിക്കൂർ കൊണ്ടാണ് BJP പ്രവർത്തകത്തിലില്ലാത്തവർ അതിലൊരു 80% പാസ് ആവശ്യപ്പെട്ട് ഞങ്ങളെടുത്ത് വന്നത്. 3 മണിക്കൂർ കൊണ്ട്. ഞങ്ങൾ പ്രതീക്ഷിച്ച ഞങ്ങളുടെ സംഘടനാ തലത്തിലിരിക്കുന്ന പലർക്കും ഞങ്ങൾക്ക് ആ പാസ് കൊടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ അത്രത്തോളം നരേന്ദ്രമോദിയുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നവരുണ്ട്.
അപ്പൊ സ്വാഭാവികമായിട്ട് ആ പൾസ് മനസ്സിലാക്കിയിട്ട് വരുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നരേന്ദ്രമോദി വന്നാലും ഞാൻ വിജയിക്കുമെന്ന് പറഞ്ഞ ആ അഹങ്കാരം ഉണ്ടല്ലോ, ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ്, അതിൽ നിന്ന് പോയില്ലേ. നരേന്ദ്രമോദി വന്നാലും ഞാൻ ജയിക്കും എന്ന് പറഞ്ഞ അല്ല, നരേന്ദ്രമോദി മത്സരിച്ചാലും ഞാൻ ജയിക്കും, മോദി മത്സരിച്ചാലും ഞാൻ ജയിക്കും എന്ന് പറഞ്ഞിടത്തുനിന്ന് ഈ താഴോട്ട് പോകുന്നില്ലേ? ഉണ്ടല്ലേ? നിങ്ങൾക്ക് തോന്നിയില്ലേ? ആദിലിനത് തോന്നിയില്ലേ? നിങ്ങൾക്കത് തോന്നിയല്ലോ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആദിലെ യെസ്, ആദിലിനത് ബോധ്യപ്പെട്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞത് ശരിയാണ്, പ്രവർത്തകർ കൈ ഒഴിഞ്ഞു എന്നുള്ളത്. ആദിലിനത് തോന്നിയല്ലോ. അതിൽ അല്ല, എന്തായാലും നിങ്ങൾക്ക് ഞാൻ പറയാം, നിങ്ങൾക്ക് പലർക്കും അത് തോന്നിയിട്ടുണ്ട്. അതിൽ കുറച്ച് നിഷ്കളങ്കനും ഒക്കെ ആയതുകൊണ്ട് അതിൽ തുറന്നു പറഞ്ഞു. അലക്ഷൻ അത് പറഞ്ഞില്ല. എന്തേ പദ്ധതികളൊക്കെ അല്ല, ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും അത് പറയുന്നതല്ല, വസ്തുതയാണ്. കാര്യം LDF അസംബ്ലി 13 കിട്ടുമ്പോഴും അവർ 3-ാം സ്ഥലത്ത് പോയിട്ട് പാർലമെന്റ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ LDF ക്രോസ് വോട്ടിംഗ് എന്നുള്ള ഉപേക്ഷിച്ച് ഒന്ന് പന്ന്യൻ രവീന്ദ്രജിയാണ് മത്സരിക്കുന്നത്. ഏറ്റവും സീനിയർ മോസ്റ്റ് LDF ലീഡറാണ് അദ്ദേഹം. മാത്രമല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ CAA കേസൊക്കെ പിൻവലിച്ചു കൊടുക്കുന്നത്. മാത്രമല്ല UDF സ്ഥാനാർത്ഥിയെ UDF പ്രവർത്തകർ തന്നെ ഒഴിഞ്ഞ സാഹചര്യത്തിൽ LDF ഒരു വിജയപ്രതീക്ഷ സ്വാഭാവികമായിട്ട് വെച്ചു പുലർത്തും.